ഇപ്പം നമ്മൾ ഡയോഡിൻ്റെ 4 ഡയോഡുകൾ പഠിച്ചു, ഡയോഡിൻ്റെ വർക്കിംഗ് പഠിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഇക്വേഷൻസ് നമ്മൾ മെൻഷൻ ചെയ്തു. ദെൻ ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് നമുക്ക് ട്രാൻസിസ്റ്റർ ആക്ഷനാണ്. എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ട്രാൻസിസ്റ്റർ? ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് 2 ടേംസ് ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. എന്താ? ട്രാൻസ്ഫർ റെസിസ്റ്റർ ആണ്. ഒരു റെസിസ്റ്ററിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ട്രാൻസിസ്റ്റർ. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ഒരു ഭാഗമാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സാൻഡ്വിച്ചിങ് ഓഫ് എ പി ഓർ എൻ വിത്ത് എ ഓപ്പോസിറ്റ് വൺ. സെൻട്രലിൽ ഒരു പാർട്ടായിട്ട് ഓപ്പോസിറ്റ് പെയർ കൊണ്ട് സാൻഡ്വിച്ച് ചെയ്തതിന് പറയുന്ന പേരാണ് ഇത് ട്രാൻസിസ്റ്റർ. അപ്പോൾ ട്രാൻസിസ്റ്ററിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഏതാണ് ഉണ്ടാകുന്നത്? ഒന്ന് എമിറ്റർ, രണ്ടാമത്തത് ബേസ്, എമിറ്റർ, ബേസ്, കലക്ടർ. വളരെ തിന്നായ ഈ റീജിയനെ പറയുന്ന പേരാണ് ബേസ്. ബേസ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഉണ്ടാകാറ് ബേസ് 10% ഓർ ബിലോ 10% ആണ്. അങ്ങനെയാണ് ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഏതൊരു ട്രാൻസിസ്റ്ററിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ആൾവേസ് ഫോർവേഡ് ബയാസ്ഡ്. Emitter base junction is always forward biased. Okay, therefore the NPN ആണെന്ന് ഇമാജിൻ ചെയ്യുക, NPN. അപ്പോൾ ഇവിടെ ഏത് വേണം? ഓക്കെ, കലക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ആൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. എന്നാലേ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുള്ളൂ. കലക്ടർ ബേസ് ജംഗ്ഷൻ ഈസ് ആൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. ഇത് എമിറ്റർമ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ പേര് VEE എന്ന് കൊടുത്തു. ഇത് കലക്ടർമ കൊടുത്തുകൊണ്ട് VCC എന്ന് കൊടുത്തു. ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എമിറ്ററിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ഇത് റിപ്പൽ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറന്റ് ഉണ്ടാകുന്നു, IE. ഇവിടെ ഒരു കറന്റ് ഉണ്ടാകുന്നു, ബേസ് കറന്റ് IB. ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇങ്ങോട്ട് മുന്നിലേക്ക് വരുന്നത് കൊണ്ട് there is a current IC. ഓക്കെ, നമുക്ക് വലിയ ചാപ്റ്റർ ആണ്. നോർമലി റിപ്പീറ്റേഴ്സിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മളൊരു 10 to 12 hours കൊണ്ട് എടുക്കുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. നല്ല ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, സോ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ കറന്റ് IE എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? IE എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് കറന്റ് പ്ലസ് കലക്ടർ കറന്റ്. ഓക്കെ, ബേസ് കറന്റ് പ്ലസ് കലക്ടർ കറന്റ്. അപ്പൊ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കിയേ. 100 ഇലക്ട്രോൺസ് ആണ് എമിറ്ററിൽ നിന്ന് പോയെന്ന് വിചാരിക്കുക. 10 ഇലക്ട്രോൺ ബേസിലൂടെ പോയി, ബാക്കി 90 ഇലക്ട്രോൺ കലക്ടറിലൂടെ പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റേജ് വന്നത്? ICC = വാട്ട്? എത്ര ഇലക്ട്രോൺസ് ആണ് അവിടെ എത്തിയത് അത്ര പെർസെന്റേജ് കലക്ടർ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ലോജിക്കൽ എക്സാമ്പിൾ ആണ്. IC എന്ന് പറയുന്നത് 9 ആംപിയർ വന്നു, 9 മില്ലി ആംപിയർ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ IE എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ IB എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ ആയിരിക്കും. ലോജിക്കൽ എക്സാമ്പിൾ മാത്രമാണ്, നോട്ട് എ കറക്റ്റ് വാല്യൂ. അപ്പൊ നമുക്ക് എമിറ്ററിന് എത്ര പെർസെന്റേജ് ആണോ കലക്ടറിൽ എത്തിയത് അത്ര കലക്ടർ കറന്റ് ഉണ്ടാവുള്ളൂ. ഉദാഹരണം, ഇഫ് n% ഇലക്ട്രോൺ റീച്ച് ദ കലക്ടറിൽ എത്തിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കലക്ടർ കറന്റ് n% ഓഫ് IE. ഓക്കെ, ദിസ് ഇസ് എ ഷോർട്ട് കട്ട് ഇക്വേഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എത്ര ഇലക്ട്രോൺസ് ആണോ കലക്ടറിലെത്തി അത്ര ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി ഈ ട്രാൻസിസ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഈ ട്രാൻസിസ്റ്ററിനെ നമുക്ക് 3 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. കോമൺ എമിറ്റർ, കോമൺ കലക്ടർ, കോമൺ ബേസ്. ക്ലിയർ? കോമൺ എമിറ്റർ, കോമൺ കലക്ടർ, കോമൺ ബേസ്. നോർമലി എക്സാമിന് കൂടുതലായിട്ടുണ്ടാകുന്നത് കോമൺ എമിറ്റർ ആണ്. NCERT ടെക്സ്റ്റിലും കോമൺ എമിറ്റർ ആണ്. കോമൺ കലക്ടറും തീരെ ചോദിക്കാറില്ല. കോമൺ ബേസിന്റെ ബേസിക് ഇക്വേഷൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. ഈ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ട്രാൻസിസ്റ്ററിന്റെ കോമൺ എമിറ്റർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജും ഇൻപുട്ടിൽ ഉണ്ടാകുന്ന കറന്റും തമ്മിലുള്ള റിലേഷനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഇൻപുട്ട് കറന്റ്. ഇൻപുട്ട് ടെർമിനലിന്റെ ഇടയിലുള്ളതാണ്. ഇത് ഏതാണ്? എമിറ്റർ ആണ്. ഇത് ബേസ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള വോൾട്ടേജ് ആണ് VBE. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ബിറ്റ്വീൻ ഏതാണ്? VBE വേഴ്സസ് ഏതാണ്? ഇൻപുട്ടിലൂടെ ഒഴുകുന്ന കറന്റ് IE ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ VE എന്ന് പറയുന്ന സപ്ലൈ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എമിറ്റർ കിടക്കുന്ന ഇലക്ട്രോൺ ജസ്റ്റ് പോകുന്നു വെച്ചോ. ഇവിടെ ജസ്റ്റ് ലൈക്ക് ഏതുപോലെ തന്നെയാണ്. ഒരു ഫോർവേഡ് ബയാസ് ഡയോഡ് മാത്രമല്ലേ നോക്കൂ. എമിറ്റർ ബേസിന് പകരം
പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെയല്ലേ നോക്കൂ, ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അതുകൊണ്ട് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഇതിൽ വരെ വരും. therefore ഇൻപുട്ട് റെസിസ്റ്റൻസ് is equal to ഡെൽറ്റ VBE by ഡെൽറ്റ IE at കോൺസ്റ്റന്റ് IC. കാരണം ഇവിടെ കലക്ടർ കറന്റ് ചേഞ്ച് ചെയ്യരുത്, ഇത് കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ക്ലിയർ ആയോ? അറ്റ് കോൺസ്റ്റന്റ് VCE എന്ന് പറയാം. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് VCE ചേഞ്ച് ചെയ്യരുത്, കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഓക്കെ, ഈ ഭാഗം എഴുതാകരുത്. ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യസ്തമാണ്. ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് എല്ലാം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കിയേ. ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഈ VBE 0. എന്താ VBE 0 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺസും VEE 0 എന്ന് കൊടുക്കാം. VE 0 എന്ന് കൊടുത്താൽ ഒരു ഇലക്ട്രോൺസും ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന VEE അല്ലെങ്കിൽ VEE ലെസ് ദാൻ ബാരിയർ പൊട്ടൻഷ്യൽ, ഇവിടെ ഉണ്ടാകുന്ന ബാരിയറിനേക്കാൾ കുറവാണ് VE എന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന I എന്താണ്? IE 0 ആണ്. I 0 ആയാൽ ഒരു ഇലക്ട്രോൺസും ബേസിലെത്തിയില്ലെങ്കിൽ ഒരു ഇലക്ട്രോണും കലക്ടർക്ക് എത്തില്ല. സോ ബേസ് കറന്റ് 0 ആവും, അപ്പൊ കലക്ടർ കറന്റ് 0 ആവും. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ മാറ്റം മാറ്റിയാൽ ഇവിടെ നമ്മൾ ലോ ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ടിൽ ഒരു ഇലക്ട്രോൺസും എത്തില്ല. പക്ഷെ എങ്കിലും ചെറിയ ഒരു കറന്റ് ഇവിടെ ഉണ്ടാവും ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. കാരണം ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്, അതുകൊണ്ട് സ്മാൾ കറന്റ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേസ് നോക്കൂ. VEE ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കിടക്കുന്ന വോൾട്ട് കൂടി, അതുകൊണ്ട് എമിറ്റർ കിടക്കുന്ന ഇലക്ട്രോൺസിന്റെ എന്ത് ചെയ്തു? എനർജി കൂടി. അപ്പൊ എമിറ്റർ കിടക്കുന്ന ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി, അതുകൊണ്ട് IE കൂടിയപ്പോ IB കൂടിയപ്പോ IC കൂടി. ക്ലിയർ അല്ലേ? IC കൂടി. കാരണം നമുക്കറിയാം നമ്മളെ കയ്യിൽ 100 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് വിചാരിക്കുക. 100 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ബേസിൽ 10 ഹോളാണുള്ളത്. കലക്ടറിലെ ഡോപ്പിംഗ് ലെവൽ 90 ആണെങ്കിൽ 10 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പോകാറ്? ഒരു ഇലക്ട്രോൺ ബേസിലൂടെ പോകും, 9 ഇലക്ട്രോൺ കലക്ടറിലൂടെ പോകും. എങ്ങനെയാണ്? ടോട്ടൽ 100 ഉണ്ട് എന്ന് വിചാരിക്കാം. ബേസിലെ ഡോപ്പിംഗ് ലെവൽ 10 ആണ് ബേസിൽ, മറ്റൊടുത്ത് 90 ആണെങ്കിൽ 10 ഇലക്ട്രോൺസ് പോയാൽ 1 ബേസിലൂടെ പോകും, 9 ഇവിടെ പോകും. 20 പോയി കഴിഞ്ഞാലോ 1 ഇതിലൂടെ 2 ഇതിലൂടെ പോകും, 18 ഇതിലൂടെ പോകും. സോ ദർ ഈസ് എ റിലേഷൻ. ഓക്കെ, അപ്പോ ഇനി അങ്ങനെയാണെങ്കിൽ 50 പോയി കഴിഞ്ഞാലോ 5 ഇതിലൂടെ പോകും, 45 കലക്ടർക്ക് എത്തും. അങ്ങനെ there is a relation. എന്താണ്? IBക്ക് ഒരു ചെറിയ മാറ്റം വന്നു. ഇവിടെ IBക്ക് എത്ര മാറ്റം വന്നു? ഈ ഒരു കേസിൽ ഡെൽറ്റ IB 1 ആയി ഈ ഒരു കേസിൽ. അപ്പൊ ഇവിടെ ഡെൽറ്റ ICയോ എത്രയായി? 9 ആയി മാറി. Therefore there is a delta IC by delta IB 9, that is called beta. അപ്പൊ ബേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഇക്വേഷൻ. ബേസിൽ ചെറിയൊരു മാറ്റം വന്നാൽ ഡെൽറ്റ IC is equal to what? Beta time delta IB. Therefore this instrument is used as what? Amplifier. ചെറിയ ഒരു വോയിസ് ഇവിടെ ഉണ്ടാക്കിയാൽ കലക്ടറിൽ വലിയൊരു വോയിസ് ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആംപ്ലിഫയർ. അപ്പൊ ഇവിടെ നോക്കിയേ, IB കൂടി, അപ്പൊ IC കൂടി. ശരിയല്ലേ? IC കൂടി, ഇനിയും IB കൂടി, അപ്പൊ വീണ്ടും IC കൂടി. അപ്പൊ നമ്മൾ ഇതിന്റെ ഗ്രാഫ് നോക്കിയേ. ദിസ് ഈസ് VCE അല്ല VCB അല്ലെ VBC ഓർ IC. അപ്പൊ ആദ്യം ഇവിടെ VCC കൊണ്ടാണോ കറന്റ് കൂടുന്നത്? അല്ല, കറന്റ് കൂടാൻ കാരണം ഇവിടുന്ന് വന്നത് കൊണ്ടല്ലേ. സോ ദിസ് ഗ്രാഫ് ഈസ് ദിസ്. ഇതൊരു വലിയ ഗ്രാഫാണ്, പക്ഷെ തൽക്കാലം ഇങ്ങനെ പഠിക്കാം. Therefore മനസ്സിലാക്കി വെക്കുക, ലോ വോൾട്ടേജിൽ മാത്രമാണ് VCB ICയെ ഡിപെൻഡ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജിൽ VCB ICയെ ഡിപെൻഡ് ചെയ്യുന്നില്ല, IC IBയാണ് ഡിപെൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ICക്ക് മാറാൻ കാരണം, IC കൂടാനും കുറയാനും കാരണം IBയുടെ എഫക്റ്റ് ആണ്. അതായത് ഇൻപുട്ടിന്റെ എഫക്റ്റ് ആണ് ഔട്ട്പുട്ടിനെ ബാധിക്കുന്നത്. അല്ലാതെ VCB എന്ന് പറയുന്നത് ഈ VCC കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ VCE കൂടും. VCE കൂടിക്കഴിഞ്ഞാൽ അത് റിവേഴ്സ് ബയസ്ഡ് ആണ്, കറന്റ് ഒഴുകില്ല. അതുകൊണ്ട് ഇവിടെ കറന്റ് ഇങ്ങനെ പൊങ്ങാൻ കാരണം എന്താണ്? ബീറ്റ ടൈം IB ആണ്. IB കൂടുന്നത് കൊണ്ടാണ് IC കൂടുന്നത്. അതുകൊണ്ട് ഈ ഔട്ട്പുട്ടിലെ കറന്റിനെ തീരുമാനിക്കുന്നത് ആരാണ്? പറയൂ. ഇൻപുട്ടിലെ കറന്റിനെ തീരുമാനിക്കുന്നത് ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ടിലെ കറന്റ് തീരുമാനിക്കുന്ന ആരാണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണോ? അല്ല, ഇൻപുട്ടിലെ വോൾട്ടേജ് ആണ്. അതായത് ഔട്ട്പുട്ടിലെ ICയെ തീരുമാനിക്കുന്നത് ഇവിടുന്ന് പോകുന്ന എമിറ്ററിന് പോകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. സോ ഇൻപുട്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഔട്ട്പുട്ട്. അപ്പൊ ഇൻപുട്ടിലെ എഫക്റ്റിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ദിസ് ഡിവൈസ് ഈസ് കാൾഡ് വാട്ട്? ട്രാൻസ്ഫർ റെസിസ്റ്റർ. ഇൻപുട്ടിലെ ലോ റെസിസ്റ്റൻസ് ആണ്, ഔട്ട്പുട്ടിലെ ഹൈ റെസിസ്റ്റൻസ് ആണ്. സോ കാരണം എന്താ? ഇൻപുട്ടിലെ വോൾട്ടേജ് ആണ് ഇൻപുട്ടിലെ കറന്റിനെ തീരുമാനിക്കുന്നത്. ഇൻപുട്ടിലെ വോൾട്ടേജ് കൂടിയാൽ ഇൻപുട്ടിലെ കറന്റ് കൂടുന്നു. സോ റെസിസ്റ്റൻസ് ലോ ആണ്. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കൂടിയാൽ ഔട്ട്പുട്ടിലെ കറന്റ് കൂടുന്നില്ല.
വി കൂടിയാലും ഐ കൂടുന്നില്ല. കാരണം നോക്കിയേ, ഇവിടുത്തെ VCC കൂടിയാൽ ഇവിടുത്തെ കറണ്ട് കൂടുന്നില്ല. കാരണം ഇവിടുന്ന് ഒന്നും ചെല്ലുന്നില്ലെങ്കിൽ കറണ്ട് കൂടുന്നില്ല. അതുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻസ് ഇൻപുട്ട് കറന്റ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ആൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഔട്ട്പുട്ട് കറന്റ്. സോ റെസിസ്റ്റൻസ്, കറന്റ് വോൾട്ടേജ് കൂടുന്നു, കറന്റ് കൂടുന്നില്ല, റെസിസ്റ്റൻസ് വളരെ വലുതാണ്. അപ്പോൾ ഇൻപുട്ടിൽ റെസിസ്റ്റൻസ് ലോ ആണ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്. സോ ദർ ഈസ് എ ട്രാൻസ്ഫർ ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട്. ദിസ് കാൾഡ് വാട്ട്? Transistor. Clear? So transistor is used as an amplifier. Transistor ന്റെ characteristics സ്വിച്ചിലെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ട്രാൻസിസ്റ്റർ ആസ് an amplifier ആണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. നോക്കാം. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് മാത്രമാണ് ഞാൻ എഴുതുന്നത്. കറന്റ് ഗെയിൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറന്റ് ബൈ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ്, therefore ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട് ആണ്. വോൾട്ടേജ് ഗെയിൻ അതിന് AV എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് VO ബൈ VI. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് ബീറ്റ ഇൻറ്റു VO IO ഡിവൈഡഡ് ബൈ V. That is equal to VO എന്ന് പറഞ്ഞാൽ IR ആണ്. IO divided by IIRI. Therefore IO by RI is equal to what? Beta. Therefore there is a minus എഴുതാം. RO by RC നമുക്ക് വേണമെങ്കിൽ RC by RB എന്നും എഴുതാം. കാരണം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കലക്ടറിന്റെ ആണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ബേസിന്റെ ആണ്. There is a negative sign indicate കോമൺ എമിറ്ററിൽ ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക ഇങ്ങനെയാണ്. ഓക്കെ, സോ ദർ ഈസ് എ ആംപ്ലിഫൈഡ് ബട്ട് ഇൻ ഔട്ട് ഓഫ് 180 phase difference is equal to 180 degree or 5 degree. Clear? So it is a common voltage gain. അങ്ങനെയാണെങ്കിൽ പവർ ഗെയിൻ എന്താണ്? പവർ ഗെയിൻ is equal to what? AP is equal to what? Beta square R resistance gain, power gain. Or another equation for power gain എന്താണ്? Power gain is equal to voltage gain, AV into current gain, VI. Power is equal to VI. Okay, so another we can write a different equation. Clear ആണോ? So this is the common emitter amplifier. Okay, then we can study the relation between common base and common emitter. ഇനി ഇതിന്റെ കൂടെ തന്നെ ഉള്ള മറ്റൊരു ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റർ ആസ് ആൻ ഓസിലേറ്റർ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അവിടുന്ന് പഠിക്കേണ്ടത്. ഓസിലേറ്റർ ഈസ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. An amplifier become oscillator when its gain is infinity. Okay, gain infinity ആകുമ്പോഴാണ് അത് ഓസിലേറ്റർ ആയി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കോമൺ ബേസ് ഇതേതാണ്? കോമൺ എമിറ്റർ. എന്തുകൊണ്ടാണ് അതിന്റെ കോമൺ എമിറ്റർ എന്ന് പറയുന്നത്? എമിറ്റർ ആണ് കോമൺ, ഇത് ബേസ്, ഇത് കലക്ടർ. So what is beta? Output current by input current, that is IC by IB. Clear? അടുത്ത ഞാൻ വരയ്ക്കുന്നത് കോമൺ ബേസ് ആണ്. നോക്കൂ, this is the common base. ഇത് എന്താണ്? ഇത് ബേസ് ആണ്, ഇത് എമിറ്റർ ആണ്, ഇത് കലക്ടർ ആണ്. സോ കോമൺ ബേസിൽ എന്താണ് ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നത്? ആൽഫ എന്നുള്ളതാണ്. വാട്ട് ഈസ് ആൽഫ? ഔട്ട്പുട്ട് കറന്റ് ഏതാ? കലക്ടർ ആണ്. ഔട്ട്പുട്ട് ടെർമിനൽ കലക്ടർ ആണ്. ഇത് കോമൺ ലൈൻ നെഗ്ലെക്ട് ചെയ്യുക. ഇൻപുട്ട് ഏതാണ്? എമിറ്റർ ആണ്. therefore ആൽഫ is equal to what? IC by IE. ആൽഫ ഈസ് ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം IC IE-നേക്കാൾ ചെറുതാണ്. ആൽഫ is always less than 1 and beta is very greater than 1. Clear? So there is a relation between alpha and beta. Listen, alpha is equal to what? IC by IE. Beta is equal to what? IC by IB. Clear? Okay, so there is a relation. Okay. Therefore beta is equal to what? Beta is equal to IC by IE minus IB. IE minus IC. Okay, IB എന്ന് പറഞ്ഞാൽ IE minus IC ആണ്. Whole divided with IE. എല്ലാറ്റിനെയും IE കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? IE by IE minus IC by IE. That is equal to what is this? Alpha. Alpha by 1 minus alpha. There is beta is equal to
Therefore beta is equal to what? Beta is equal to what? Alpha by 1 minus alpha. This is the relation between this current amplification factor relation between alpha and beta, and 1 minus alpha into beta is equal to alpha. Therefore beta minus alpha beta is equal to what? Alpha. Clear? Therefore beta minus beta is equal to what? Alpha plus alpha beta. Therefore alpha is equal to what? Alpha is equal to beta by 1 plus beta. This is another relation. Okay, and also 1 by alpha minus 1 by beta is equal to 1. It is another relation. So these are the relation connecting. നമ്മൾ NCERT ടെക്സ്റ്റിൽ കാണാറില്ല equations relation connecting between current amplification factor alpha and beta. മിനിമം നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഒരു ട്രാൻസിസ്റ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ തിയറിയിലെ ഡെപ്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആ റിലേറ്റഡ് ക്വസ്റ്റ്യനിലേക്ക് സോൾവ് ചെയ്യാം. എല്ലാ ഏരിയയിലെ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിന്റെ വേണ്ടത്, ട്രാൻസിസ്റ്റർ കഴിഞ്ഞു, ഡയോഡ് കഴിഞ്ഞു, ലാസ്റ്റ് ആണ് ലോജിക്കൽ ആക്ഷൻ. ഏതൊക്കെയാണ് ഗേറ്റ് എന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആണ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയാണോ? അല്ല. ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഷോർട്ട് കട്ട് ഐഡിയ ടു ഡു സം ആക്ഷൻസ്. അതിനെയാണ് നമ്മൾ ലോജിക് എന്ന് പറയുന്നത്. നമ്മളെ ഇലക്ട്രോണിക് ഡിവൈസിന്റെ കോമ്പോണൻസുകളിൽ പിന്നെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ലോജിക്. ബൂളിയൻ അൽജിബ്ര എന്ന് പറയുന്ന അൽജിബ്ര വെച്ചിട്ട് ലോജിക് വർക്ക് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും ഉണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരാൾ മരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? യെസ് ഓർ നോ, ദാറ്റ് ഈസ് കാൾഡ് ഡിജിറ്റൽ. ജീവിച്ചിരി അതേസമയം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമ്മൾ പറയുന്നതാണ് കുഴപ്പമില്ല എന്ന്. ദിസ് ഇസ് അനലോഗ്. ഓക്കെ, കാരണം അനലോഗ് എവിടെയും ഫിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി വാരിയിങ്. ഡിജിറ്റലിനോ നമുക്ക് എങ്ങനെ പറ്റുള്ളൂ? എക്സാം ജയിച്ചോ തോറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി വൺ ആൻസർ, യെസ് ഓർ നോ, ദാറ്റ് ഈസ് കാൾഡ് ഡിജിറ്റൽ. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ അനലോഗും ഡിജിറ്റലും ഉണ്ട്. നമുക്ക് ഒന്നാമത്തെ ഗേറ്റ് ആണ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ദിസ് എ സിമ്പിൾ ഓഫ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന് എത്ര ഇൻപുട്ട് ഉണ്ട്? എത്ര ഇൻപുട്ട് വരെയും ആകാം, പക്ഷേ ഓൺലി വൺ ഔട്ട്പുട്ട്. ഇതിന്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു എ ഓർ ബി. എ ഓർ ബി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാണ്, നാളെ എല്ലാവരും ബുക്ക് കൊണ്ടുവരണമെന്നില്ല, ആരെങ്കിലും ഒരാൾ ബുക്ക് കൊണ്ടുവരണം. ദാറ്റ് ഈസ് എ ഓർ ബി. Therefore its truth table a b y. ആരെടുത്തുമില്ല, ആരെങ്കിലും ഒരാളെടുത്തുണ്ട്, ആരെങ്കിലും ഒരാളെടുത്തുണ്ട്, രണ്ടാളെടുത്തുണ്ട്, രണ്ടാളെടുത്തുണ്ട്. ഓക്കെ, സോ ദിസ് എ സിമ്പിൾ ഓഫ് ഓർ ഗേറ്റ്. അനദർ ഗേറ്റ് ആണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും ബുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും വേണം. കാരണം ഇതിന് എത്ര ഇൻപുട്ട് പറ്റും? എത്ര ഇൻപുട്ടും പറ്റും. ഔട്ട്പുട്ടോ ഓൺലി വൺ. സിമ്പിൾ ഈസ് എ ആൻഡ് ബി. എ ബി വൈ എങ്ങനെയാണ് എഴുതുക? 0 0 0. ആരെടുത്തില്ല, എല്ലാവരും അടുത്തും വേണം. ഓക്കെ, ഇഫ് എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ഹൈ then output is low. Output is high then this gate. If all inputs are high then only the output is high. This is AND gate. Okay, so this is AND gate and NOT gate or gate. Then next is the NOT gate. NOT gate is the complementary gate. It has only one input one output. Here A കൊടുത്താൽ ഇവിടെ A bar കിട്ടും, 1 കൊടുത്താൽ 0 കിട്ടും, 0 കൊടുത്താൽ 1 കിട്ടും. Okay, this is the OR gate. Clear? Then ഇതിന്റെ കോമ്പിനേഷൻ ആണ് NAND gate. NAND gate എന്ന് പറഞ്ഞാൽ AND plus OR. AND plus OR. അപ്പോൾ എന്ത് കിട്ടും? A B Y. Y is equal to A and B whole bar. 0 0 0 1 1 0 1 1. ഈ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻഡ് ചെയ്തു. ആൻഡ് ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിനെ ആൻഡ് ചെയ്താലോ 1 0 0 0. കിട്ടിയ ആൻഡിനെ റിവേഴ്സ് ചെയ്യാതാണ് നാൻഡ് ഗേറ്റ്. ഇതിൽ തന്നെ ഞാൻ നോർ കൂടി വരയ്ക്കുകയാണ്. y is equal to A or B whole bar. നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. എന്താ കിട്ടുക? കിട്ടിയതിന് നോർ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? നോറിൽ ഇവിടെ എന്താണ്? 0 ആണ്, അത് 1 ആവും. ഓക്കെ, ദിസ് ഇസ് നോർ ഗേറ്റ്. നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ് ആർ കാൾഡ് വാട്ട്? യൂണിവേഴ്സൽ ഗേറ്റ്. കാരണം ഇത് ഉപയോഗിച്ച് നമുക്ക് ഏത് ഗേറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേറ്റ്. ഇനി നമുക്ക് ഫെമിലിയർ അല്ലാത്ത, നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കാത്ത മറ്റൊരു ഗേറ്റ് ആണ് എക്സോർ ഗേറ്റ് ആൻഡ് എക്സ്നോർ ഗേറ്റ്. എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. എക്സ്ക്ലൂസീവ് ഓർ എന്നാണ്. എക്സ്ക്ലൂസീവ് ഓർ, that is XOR gate. ഈ XOR ഗേറ്റിന്റെ പ്രത്യേകത എന്താ അറിയോ? y is equal to a exclusive b ആണ്. a exclusive b എന്നാണ്. ഇതിന്റെ എക്സ്പാൻഷൻ a b bar or a bar b ആണ്. a bar b. ഒരുപാട് എക്സാമ്പിളുകൾക്ക് ചോദിച്ച ഒരു ഗേറ്റ് ആണ് ഇത്, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്? A B Y 0 0 0 1 1 0 1 1 0 1 1 1 0.
അതായത് ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് ഹൈ ആയാൽ, ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ ആവും. നോക്കിയേ, ഈ ഓഡ് നമ്പർ 1 വന്നു, ഇവിടെ 1 മാത്രമേ ഉള്ളൂ, ഇവിടെ 1 മാത്രമേ, രണ്ടും കൂടി വന്നപ്പോൾ 0. ഇതിനെ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. അടുത്താണ് എക്സ് നോർ ഗേറ്റ്. ഇതിനെ ഓർ ചെയ്താൽ മതി. എക്സ് ഓർ ഗേറ്റ് പ്ലസ് നോട്ട് ചെയ്താൽ എക്സ്ക്ലൂസീവ് നോർ ആയി. y is equal to a or b whole bar. ഇതിന്റെ ട്രൂത്ത് ടേബിൾ അപ്പോൾ എന്തായിരിക്കും? a b y 0 0 0 1 ആവും, 1 0 0 0 1 0 1 1 1. ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. ഈവൻ നമ്പർ ഓഫ് ഇൻപുട്സ് ആർ ഹൈ ദെൻ ഔട്ട്പുട്ട് ഈസ് ഹൈ. ക്ലിയർ? ഇതാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്, എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ്. ഇനി ഇത് വെച്ച് നമുക്ക് ഏത് തരത്തിലുള്ള ഗേറ്റും സോൾവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തിയറി. വളരെ റാപ്പിഡ് ആയിട്ട് വളരെ എല്ലാ പോയിന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ബോർഡ് എക്സാമിൽ നിന്ന് പഠിക്കുന്ന 2 ഡിഫറെന്റ് ആണ് ഈ ചാപ്റ്റർ ഉള്ളത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വ്യത്യസ്തമായ രീതിയിലാണ് ചാപ്റ്റർ പോകുന്നത്. ഓക്കെ, സോ സെമി കണ്ടക്ടേഴ്സിന്റെ ഫസ്റ്റ് ഭാഗങ്ങളെല്ലാം തന്നെ. ഓക്കെ, then we can do the questions. Okay, clear? Okay.